ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. രാവിലെ ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ വളരെ കഷ്ടപ്പെടുന്നവരുമായ ചില ജോലിക്കാർ ചില സമയത്ത് പോകാൻ ഒരു മടി കാണിക്കുന്നുണ്ട്. എപ്പോഴും നിസ്കരിക്കുന്ന നമ്മൾ പ്രത്യേകം ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിസ്കരിക്കാനൊക്കെ മടി കാണിക്കാറുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിൽ തൊട്ടൊരു മടി കാണിക്കാറുണ്ട്. ഉമ്മമാര് വീട്ടിൽ അടുക്കള പണിയെടുക്കുമ്പോൾ ആ പണിയിൽ നിന്ന് ചിലപ്പോൾ കൃത്യമായിട്ട് ചിലപ്പോൾ ഒരു മടി കാണിക്കാറുണ്ട്. ചില സമയങ്ങളിൽ മറ്റുള്ളവർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ഒരു മടി കാണിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്ത് മടി കാരണം എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. എന്നാൽ മടി എന്നുള്ളത് അത് ശൈത്വാനിൽ നിന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾക്കുള്ള മടി ശൈത്വാനിൽ നിന്നുള്ളതാണ്, സംശയമില്ല. ആ ശൈത്വാനെ അട്ടി ഓടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു മടി ഉണ്ടെങ്കിൽ നിസ്കരിക്കാനും മടി, അമൽ ചെയ്യാനും മടി, സുന്നത്ത് നിസ്കരിക്കാനും മടി, ജോലിക്ക് പോകാനും മടി, വീട്ടിലെ ജോലി എടുക്കാനും മടി, ഇങ്ങനെ നമുക്ക് അലസത മടി തോന്നുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം തരണ്ടേ? അതിനെന്താണ് ആത്മീയപരമായിട്ടുള്ള പരിഹാരം? പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വാനോളം പുകഴ്ത്തിയ ഒരുപാട് സൂറത്തുകളുണ്ട്. കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തു ശറഹ് സൂറത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ ഹൃദയത്തിനെ പ്രതിപാദിക്കുന്ന സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ്. പനി മാറി കിട്ടുമെന്ന് നേരത്തെ നാം ആ സൂറത്തിന്റെ മഹത്വത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, നേരത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു പ്രത്യേകത കൂടി ഈ സൂറത്തിനേക്കുണ്ട്. സൂറത്തു ശറഹ് എല്ലാ നിസ്കാര ശേഷവും, എല്ലാ ഫർദ് നിസ്കാര ശേഷവും 3 പ്രാവശ്യം അവൻ അങ്ങ് ഓതിയാൽ അവനക്ക് അല്ലാഹു തആല അവന്റെ റിസ്ക്, ഭക്ഷണം എളുപ്പമാക്കുന്നു. മാത്രമല്ല ആരാധിക്കുന്ന വിഷയത്തിൽ, ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഒരു മടിയുണ്ടെങ്കിൽ ആ മടിയൊക്കെ അങ്ങോട്ട് നീങ്ങിക്കിട്ടും. ജോലിക്ക് പോകാനൊക്കെ മടിയാ, ആ മടിയും നീങ്ങിക്കിട്ടും. എന്തുകൊണ്ട്? സൂറത്തു ശറഹ് എല്ലാ വഖ്ത് നിസ്കാര ശേഷവും 3 പ്രാവശ്യം ഓതിയാൽ, 3 പ്രാവശ്യം എപ്പോൾ ഓതണം? സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓതിയാൽ മതി. ആ ദുആഇനും ശേഷം ഓതിയാലും മതി, കുഴപ്പമില്ല. എന്നാൽ നിസ്കാരം കഴിഞ്ഞ് കുറെ നേരത്തിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു അരമണിക്കൂറിനൊക്കെ ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫലം കിട്ടൂല. ആ നിസ്കാരത്തിനോട് ചേർന്നിട്ടുള്ള വാരിതായ ദിക്റുകളും ദുആകളും ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ ഫലം കിട്ടും. കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മൾ കുറെ സംസാരിച്ചു, കുറെ അവിടെ പോയി, കുറെ ഇവിടെ പോയി, അതിനുശേഷമാണെങ്കിൽ ഫലം കിട്ടൂല. ഫലം കിട്ടൂല മീനിങ്സ് അഥവാ സൂറത്തു ശറഹ് ഓതിയതിന്റെ ഫലം കിട്ടും, ഈ മടി നീങ്ങാനുള്ള ഫലം കിട്ടൂല എന്നതിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മേഷത്തോടുകൂടെ, റാഹത്തോടുകൂടെ, പ്രസരിപ്പോടുകൂടെ, എന്നും തിളങ്ങുന്ന യുവത്വത്തോടുകൂടി അല്ലാഹുവിനെ ആരാധിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രക്തത്തിളപ്പോടുകൂടി, ആർജവത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനും മറ്റു ഇബാദത്തുകൾ നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.